ഞാൻ രാജാവിനോട് പറഞ്ഞ് എല്ലാം സമ്മതിപ്പിച്ചതായിരുന്നു. അപ്പോഴാണ് മൗലവി സാഹിബ് ഇടയ്ക്ക് ചാടി വീണ് എല്ലാം തകരാറിലാക്കി. നീയും രാജകുമാരിയുമായിട്ടുള്ള വിവാഹം അടുത്ത മാസം ഞാൻ നടത്തുമായിരുന്നു. നീ മൗലവി സാഹിബിനെതിരായിട്ട് എന്തെങ്കിലും പ്രവർത്തിച്ചോ? ഞാനൊന്നും ചെയ്തിട്ടില്ല. പിന്നെന്താ മൗലവി സാഹിബ് നിന്റെ കാര്യത്തിൽ ഇങ്ങനെ? അഹങ്കാരം. നീയും രാജകുമാരിയുമായിട്ടുള്ള വിവാഹം നടന്നില്ലെങ്കിൽ അതിന് കാരണക്കാരൻ മൗലവി സാഹിബായിരിക്കും. മകനെ, നിന്റെ ഓരോ ചുവടുവയ്പും കരുതലുള്ളതായിരിക്കട്ടെ. ബാഗ്ദാദിലെ സിംഹാസനം ഒരു മൗലവി കാരണം നിനക്ക് നഷ്ടപ്പെടാൻ പാടില്ല. മൗലവി മൗലവി നിങ്ങൾക്ക് നമ്മളെ പറ്റി വല്ല വിചാരമുണ്ടോ? നമ്മളോ? അതെ, ഈ വീട്ടിലുള്ളവരെ പറ്റി. നിങ്ങൾ നമ്മളെ കെട്ടിയോനാ, അതറിയോ? കല്യാണം കഴിഞ്ഞ് 2 മക്കളായി. ഇപ്പോഴും നിനക്ക് സംശയമാണോ ഞാൻ നിന്റെ കെട്ടിയോനാണെന്നുള്ള കാര്യത്തിൽ? ആ, 2 കുട്ടികളുണ്ടല്ലോ. ഉണ്ട്. ഒരുത്തൻ അബൂബക്കർ, മറ്റവള് സേർ. ആ, ഇവളുടെ കാര്യം തന്നെയാ ഞാൻ പറഞ്ഞു വരുന്നത്. അവൾക്കിപ്പോ വയസ്സ് എത്രയായി? അവക്കിപ്പോ 17 കഴിഞ്ഞ് 18 നടപ്പാ. ഓ, നിങ്ങളുടെ ഒരു തമാശ. അവക്കൊരു നിക്കാഹ് കഴിക്കണ്ടേ? എന്റെ പൊന്ന ഐഷ ഉമ്മ, അതിന് സമയവും കാലവും ഒക്കെ ഒന്ന് അടുത്ത് വരണ്ടേ? അവക്ക് പറ്റിയ ഒരു ചെറുക്കനെ കണ്ടുപിടിക്കണ്ടേ?
മുഹമ്മദ് ഹുസൈൻ, നാം ഇന്ന് ദേശം ചുറ്റിക്കാണാൻ ആഗ്രഹിക്കുന്നു. ഖമറുദ്ദീനെ സേനാനായകനാക്കിയതിനു ശേഷം രാജ്യത്തിന്റെ സമാധാനം എങ്ങനെ ഇരിക്കുന്നു എന്നറിയണ്ടേ? ഏതായാലും പ്രച്ഛന്ന വേഷത്തിൽ നമുക്ക് പുറപ്പെടാം. കൽപ്പന പോലെ. നീ അന്ന് ശ്യാം രാജകുമാരിയെ രക്ഷിച്ച അലാവുദ്ദീൻ. മുഹമ്മദ് ഹുസൈൻ ഉടനെ ശുശ്രൂഷയ്ക്ക് വേണ്ട ഏർപ്പാട് ചെയ്യും. ഖമറുദ്ദീൻ, രാജ്യത്തിലെ അനീതിയും അക്രമവും അമർച്ച ചെയ്യുവാൻ കഴിഞ്ഞില്ലെങ്കിൽ സേനാധിപന്റെ വാൾ നിങ്ങൾക്ക് എന്തിനാണ്? അലാവുദ്ദീൻ ഒരു സാധാരണ പ്രജ. അവനില്ലായിരുന്നെങ്കിൽ ഈ സിംഹാസനം രക്തം പുരളുമായിരുന്നു. അവിടുന്ന് ക്ഷമിക്കണം ഷാഹൻഷാ. ആ കൊള്ളക്കാരുടെ എല്ലാം തലകൾ കൊണ്ടുവന്ന് ഞാൻ ഈ കാൽക്കൽ ഉരുട്ടിവിടാം. സംസാരത്തിൽ മാത്രം സാമർഥ്യം ഒതുങ്ങരുതും ഖമറുദ്ദീൻ. നാം അത് പ്രവൃത്തിയിൽ കാണട്ടെ. കൽപ്പന പോലെ ഈ ആജ്ഞ ഞാനിതാ നിറവേറ്റുന്നു ഷാഹൻഷാ. ഖമറുദ്ദീനും പോകാം. അലാവുദ്ദീനെ, മോനെ അലാവുദ്ദീനെ. ഹക്കിം സാഹിബ്, എന്റെ മോൻ മിണ്ടുന്നില്ലല്ലോ. ഭയപ്പെടാനൊന്നുമില്ല, വെറും ഒരു മയക്കം.
വേറെ ഒന്നുമില്ല. രാവിലെ എല്ലാം നേരെയാവും. രാജാവ് തന്നയച്ചതാണ്. അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിച്ചതിനുള്ള പാരിതോഷികം 1001 ദീനാർ. ഞങ്ങളുടെ നന്ദിയും സ്നേഹവും രാജാവിനെ അറിയിക്കണം. അപ്പോൾ ഞങ്ങൾ ഇറങ്ങട്ടെ. ഗുദാഫീസ്. മോനെ, അലാവുദ്ദീനെ, വേദനിക്കുന്ന മോനെ. വല്ലാതെ വേദനിക്കുന്നമ്മ, സഹിക്കാൻ വയ്യ. ഓ എന്തു വേണാവോ? എന്റെ മോന്റെ കിടപ്പ് കണ്ടില്ലേ? അവനെ എങ്ങനെയെങ്കിലും സുഖമാക്കണം. ഉമ്മ, എനിക്ക് സുഖമായി. അതിന് നീ എന്തിനാ ഇങ്ങനെ കിടന്ന് തുള്ളിച്ചാടുന്നത്? മര്യാദയ്ക്ക് അവിടെ കിടന്ന് കുറച്ച് ഉറങ്ങും. ഞാൻ കിടന്നോളാം. ഉമ്മ പൊയ്ക്കോളൂ. എന്നെ ശുശ്രൂഷിക്കാൻ ആരെങ്കിലും വേണ്ടേ? എന്താണ് ഉമ്മ? ഞാനിത് ഇവിടെ വെച്ച് മറന്നുപോയി മോനെ. ഇതെന്താ? രാജാവ് നിനക്ക് കൊടുത്തയച്ചതാ 1001 ദിനാർ. നീ എന്താ ഇതുവരെ ഉറങ്ങാതിരുന്നത്? അപ്സരസുകൾ വന്ന് ശുശ്രൂഷിക്കണമെന്ന് പറഞ്ഞു. എന്താടാ ഈ പറയുന്നത്? അല്ല, അതൊന്നുമില്ല. ഈ വീട് നന്നായിണ്ട്. പക്ഷെ ഇത് അപ്സരസുകളുടെ വീട് പോലെ. ശരി ശരി ശരി, ഒന്ന് കിടന്ന് ഉറങ്ങാൻ നോക്കാം. ഉമ്മയാണോ ഇതൊക്കെ പറയുന്നത്? ഞാൻ അറിയാതെ പറഞ്ഞുപോയി.